Dear students, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BCA സ്റ്റുഡൻസിന്റെ RDBMS ലാബ് ക്വസ്റ്റ്യൻസ് ആണ്. RDBMS നമ്മൾ ചെയ്യുന്നത് PostgreSQL യൂസ് ചെയ്തിട്ടാണ്. PostgreSQL എന്ന് പറയുന്നത് ഒരു RDBMS ആണ്. RDBMSന്റെ ഫുൾ ഫോം എന്താണ്? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ടേബിൾസ് യൂസ് ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം RDBMS PostgreSQL RDBMS ആണ്. അതുപോലെ തന്നെ PostgreSQL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ആ PostgreSQLന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാനും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. PostgreSQL യൂസ് ചെയ്തിട്ട് രണ്ട് രൂപത്തിൽ നമുക്ക് SQL ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ് ഈ ഒരു SQL ഷെല്ലാണ്, PSQL എന്ന് പറയുന്നത്. അത് കമാൻഡ് പ്രോംപ്റ്റ് ആണ്, ബ്ലാക്ക് സ്ക്രീൻ ആയിട്ട് ഉണ്ടാവുക. അതിൽ നിങ്ങൾ SQL ക്വറീസ് റൈറ്റ് ചെയ്യുക, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഒരു ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈപ്പ് അതാണ്. ഇനി PG അഡ്മിൻ, ഒന്നുകൂടെ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അഡ്മിൻ ഒരു ഇന്റർഫേസ് ആണിത് PG അഡ്മിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്നത് PSQL യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇങ്ങനെ PSQL നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട. യൂസർ നെയിം കഴിഞ്ഞ് പാസ്വേഡ് വരുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കണക്റ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മളൊരു RDBMS ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് ഒരുപാട് ഡാറ്റാബേസസ് ഉണ്ടാവും അല്ലെ. ഒന്നിലധികം ഡാറ്റാബേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഓൺ ആയിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാറ്റാബേസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ക്വറി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ സിന്റാക്സ് ഇങ്ങനെയാണ് വരുന്നത്: ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസിന്റെ നെയിം എന്താണോ അത് കൊടുക്കാം. അപ്പൊ നമുക്ക് RDBMS ലാബ് എന്ന് കൊടുക്കാം. ഇതാണ് നമ്മളെ ഡാറ്റാബേസ് നെയിം. നിങ്ങൾക്ക് എന്ത് നെയിമും കൊടുക്കാം. ക്രിയേറ്റ് ഡാറ്റാബേസ്, ഡാറ്റാബേസിന്റെ നെയിം, സെമിക്കോളൻ, ഇതാണ് സിന്റാക്സ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ഡാറ്റാബേസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആണ്. ഇനി PostgreSQLനകത്ത് നമുക്ക് ഈ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്വറിയാണ് /c. ഡാറ്റാബേസിന്റെ നെയിം എന്താണോ അത് കൊടുക്കാം. അപ്പൊ RDBMS എന്നാണ് ഞാൻ നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പൊ /c RDBMS ലാബ്, RDBMS ലാബ് എന്നുകൊണ്ട് ഓക്കെ എൻ്റർ ചെയ്തു. യു ആർ നൗ കണക്റ്റഡ് ടു ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും നെക്സ്റ്റ് എന്റെ ഡാറ്റാബേസിന്റെ നെയിം അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ലാബിലെ ലാബ് ചെയ്യാനുള്ളതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ക്രിയേറ്റ് എ ടേബിൾ കസ്റ്റമർ. കസ്റ്റമറിനകത്ത് നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട്സ് ആണ്, അല്ലെങ്കിൽ കോളംസ് ആണ്. ഇതൊക്കെ കസ്റ്റമർ നമ്പർ വേണം, കസ്റ്റമർ നെയിം വേണം, ഏജ് വേണം, ഫോൺ നമ്പർ വേണം. അതിന്റെ ഡാറ്റ ടൈപ്സും അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഈസിയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, സിന്റാക്സ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ക്രിയേറ്റ് എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് ടേബിൾ അല്ലെ, TDL കമാൻഡ് ആണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് ടേബിൾ, ടേബിളിന്റെ നെയിം ഒക്കെ എന്താ? ടേബിളിന്റെ നെയിം കസ്റ്റമർ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ ആണ് നെയിം. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്നുള്ളത് ഒരു ബ്രാക്കറ്റിനകത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഓൾറെഡി സിന്റാക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കസ്റ്റ് നമ്പർ, കസ്റ്റ് നമ്പറിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് വാർക്കെയർ ആണ്. മാക്സിമം നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് പറ്റും? 15 ക്യാരക്ടേഴ്സ് പറ്റും വാർക്കെയർ. ദെൻ നെക്സ്റ്റ് ആട്രിബ്യൂട്ട്സ് ആണ് എഴുതുന്നത്. കസ്റ്റ് നെയിം, കസ്റ്റമറിന്റെ നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോളം വേണം. കസ്റ്റ് നെയിം വാർക്കെയർ, അത് മാക്സിമം നമുക്ക് 15 ക്യാരക്ടേഴ്സ് വരെ പറ്റും.
ഇനി ഏജ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആയിരിക്കും. സോ അതിന്റെ ഡാറ്റ ടൈപ്പ് ഇഞ്ച് ആണ്. ഇനി ഫോൺ നമ്പറിന് നമുക്ക് മാക്സിമം ഒരു 10 നമ്പേഴ്സേ പറ്റുള്ളൂ. അപ്പൊ മാർക്കെയർ 10 എന്ന് കൊടുക്കും. നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 10 വരെ മാക്സിമം പറ്റുള്ളൂ. ഓക്കെ. ഇനി സെമിക്കോളൻ. ഇതാണ് സിന്റാക്സ് വരുന്നത്. ക്രിയേറ്റ് ടേബിളിന്റെ നെയിം, ബ്രാക്കറ്റിനകത്ത് ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണോ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ നെയിം, അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കാം. ഓക്കെ. ലാസ്റ്റ് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, സെമിക്കോളൻ ഇടണം. സെമിക്കോളൻ മസ്റ്റ് ആണ്, അല്ലെങ്കിൽ എറർ വരും. ഓക്കെ. ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നതിനർത്ഥം എന്താണ്, ടേബിൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ. ഇനി നമ്മളടുത്ത് ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയാണ് ഓരോന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് 5 റെക്കോർഡ്സ് ആൻഡ് ഡിസ്പ്ലേ. നമ്മൾ ഈ ഒരു ടേബിളിനകത്തേക്ക് 5 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യണം, 5 റോസ് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനകത്ത് DML കമാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞ കമാൻഡ്, ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ നെയിം എന്താ, കസ്റ്റമർ അല്ലെ. ഇൻസേർട്ട് ഇൻടു കസ്റ്റമർ. ഓക്കെ. ഇനി വാല്യൂസ് കൊടുക്കണം. ഇൻസേർട്ട് ഇൻടു കസ്റ്റമർ വാല്യൂസ്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റിനകത്താണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ടേബിൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആ ആട്രിബ്യൂട്ട്സ് കൊടുത്തത് അതേ ഓർഡറിൽ കൊടുക്കുക. ആദ്യം നമ്മൾ കസ്റ്റമർ നമ്പർ ആണ് കൊടുത്തത് അല്ലെ. അപ്പൊ കസ്റ്റമർ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഒരു നെയിം കൊടുക്കണം. ഞാൻ ജസ്റ്റ് അമീൻ എന്ന് കൊടുത്തു. എനിക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, അമീൻ. ഇനി ഏജ് ഒരു 19 കൊടുക്കാം. ഇനി ഫോൺ നമ്പർ 1 2 3 4 5 6 7 8 ഇങ്ങനെ എന്തെങ്കിലും. മാക്സിമം ലിമിറ്റ് 10 ആണെന്ന് ഓർക്കാം. അതിനകത്തുള്ള ഒരു നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ ഇൻസേർട്ടഡ് ആണ്. ഇനി നമുക്ക് ഈ ഒരു അപ്വേർഡ് ആരോ കീബോർഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെയിം നമ്മൾ നേരത്തെ അടിച്ച കൊറി തന്നെ വരും. അതിനകത്ത് തന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. വീണ്ടും ഇൻസേർട്ട് ഇൻടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇവിടെ അതുൽ എന്ന് കൊടുക്കുകയാണ്, അതുൽ. ദെൻ 19 ഏജ് മാറ്റുന്നില്ല. ഇവിടെ ഒരു നമ്പർ, ജസ്റ്റ് ഒരു നമ്പർ മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് തേർഡ് റോ ഇൻസേർട്ട് ചെയ്യുവാണ്. 3 എന്ന് കൊടുത്തു. ഓക്കെ. അനിൽ എന്ന് കൊടുക്കാം, അനിൽ. ദെൻ ഇവിടെ ഒരു നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ. തേർഡ് റോ ഇൻസേർട്ടഡ് ആണ്. ഇനി ഫോർത്ത് റോ ഇൻസേർട്ട് ചെയ്യാം. അശ്വനി എന്ന് കൊടുക്കാം. ഏജ് സെയിം തന്നെ മതി. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് റോ, ഫിഫ്ത്ത് റോ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപർണ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി ഒരു നമ്പർ ചേഞ്ച് ചെയ്യാം. പിന്നെ 5 റോസ് നമ്മൾ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. അപ്പൊ കമാൻഡ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഇൻസേർട്ട് ഇൻടു ടേബിളിന്റെ നെയിം, വാല്യൂസ്. ഇനി നമ്മൾ ബ്രാക്കറ്റിനകത്ത് എങ്ങനെയാണോ ആ ടേബിളിലോ ക്രിയേറ്റ് ചെയ്ത ടേബിളോ ഓർഡർ അതനുസരിച്ച് നമ്മൾ ഓരോ കോളം കൊടുത്തിട്ടുണ്ട്, ആ കോളത്തിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നത് അതേപോലെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത ടേബിൾ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് കമാൻഡ് പഠിച്ചിട്ടുണ്ടാവും. സെലക്ട് സ്റ്റാർ ഫ്രം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്റെ എത്ര റോസ് ഉണ്ടോ എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഫ്രം ടേബിളിന്റെ നെയിം. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു, ടേബിളിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തു, 5 റോസ് ഇൻസേർട്ട് ചെയ്തു, അത് നമ്മൾ എന്ത് ചെയ്തു, വ്യൂ ചെയ്തു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ആഡ് ന്യൂ ഫീൽഡ് ഡി ബർത്ത് വിത്ത് ഡേറ്റ് ഡാറ്റ ടൈപ്പ്. ഇനി നമ്മൾ പുതിയൊരു കോളം ഇതിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ എന്നിട്ട് ആ കോളത്തിന്റെ നെയിമാണ് ഡി ബർത്ത്. അതിന്റെ ഡാറ്റ ടൈപ്പ് ഡേറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് കൊടുക്കണം. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കുന്നത്. ഡേറ്റ് ആണ് അതിന്റെ ടൈപ്പ് വരിക. ഓക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു കമാൻഡ് പഠിച്ചിട്ടുണ്ട്, ഓൾട്ടർ എന്നുള്ള പറയുന്ന കമാൻഡ്. അതായത് സ്ട്രക്ചർ ആണ്, ടേബിളിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ട്രക്ചർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ആൾട്ടർ എന്ന് പറയുന്നത്. പുതിയൊരു കോളം ആഡ് ചെയ്യാനോ എക്സിസ്റ്റിംഗ് കോളം ഡിലീറ്റ് ചെയ്യാനോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എന്ത്, ഓൾട്ടർ. ഓൾട്ടറിന് തന്നെ കുറെ ഡിഫറെന്റ് സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിന്റാക്സസ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാനാണ്, ഒരു കോളം ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഓൾട്ടർ ടേബിൾ.
ഇതൊരു DDL കമാൻഡ് ആണ്. അപ്പൊ ഓൾട്ടർ ടേബിൾ ടേബിൾ നെയിം അങ്ങനെ വരും. ക്രിയേറ്റ് ടേബിൾ ടേബിൾ നെയിം അത് DDL കമാൻഡ് ആകുമ്പോൾ അങ്ങനെയായിരിക്കും. DML കമാൻഡ് ആകുമ്പോൾ ഇൻസേർട്ട് ഇൻടു ടേബിൾ നെയിം നമ്മൾ നേരത്തെ അടിച്ചില്ല, അപ്പൊ ഡയറക്റ്റ് ടേബിൾ നെയിം ആയിരിക്കും വരിക. അപ്പം ഓൾട്ടർ ടേബിൾ, ഇനി ടേബിളിന്റെ നെയിം കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിൾ ആണ് നമ്മൾ ഓൾട്ടർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ആണ് ചെയ്യുന്നത്, പുതിയൊരു കോളം ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സിന്റാക്സ് വരിക. ആഡ്, നമ്മളടുത്ത് ഓൾറെഡി കോളത്തിന്റെ നെയിം പറഞ്ഞിട്ടുണ്ട്, ഡി ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് ഡി ബർത്ത് ആണ് ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് അത് കോളം നെയിം കൊടുത്തപ്പോ ഓൾട്ടർ ടേബിൾ ടേബിൾ നെയിം ആഡ് കോളം നെയിം, കോളം നെയിമിന് ശേഷം കൊടുക്കേണ്ടത് എന്താണോ ഡാറ്റ ടൈപ്പ്. ഡേറ്റ് ആണ് ഇവിടെ ഡാറ്റ ടൈപ്പ്, ഇത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഓൾട്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമാൻഡ് ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞ കമാൻഡ് കിട്ടും. അതിനർത്ഥം ടേബിളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡി ബർത്ത് എന്ന് പറഞ്ഞ കോളം ആഡ് ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി വേണേൽ നിങ്ങൾക്ക് കമാൻഡ് യൂസ് ചെയ്തിട്ട് അത് വ്യൂ ചെയ്ത് നോക്കാം. ഓൾറെഡി ഓൾട്ടർ ആയിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ്, ക്രിയേറ്റ് അനദർ ടേബിൾ കസ്റ്റ് ഫോൺ വിത്ത് ഫീൽഡ്സ് കസ്റ്റ് നെയിം ആൻഡ് ഫോൺ ഫ്രം ദ കസ്റ്റമർ ടേബിൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. കസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ ടേബിൾ ആണ്. ആ ടേബിളിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള കസ്റ്റമർ ടേബിളിന്റെ കസ്റ്റ് നെയിമും ഫോണും ആ രണ്ട് കോളം എടുത്തിട്ട് പുതിയൊരു ടേബിൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ, നമുക്ക് ഓൾറെഡി അറിയാലോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രിയേറ്റ് ടേബിളിന്റെ നെയിം കൊടുക്കാം. കസ്റ്റ് ഫോൺ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. കസ്റ്റ് ഫോൺ എന്ന് കൊടുത്തു. ഇനി ആസ് എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്യാം. ആസ്, ഇനി നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് കമാൻഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു എക്സിസ്റ്റിംഗ് ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കണം. അപ്പം സെലക്ട്, നമ്മളെ കംപ്ലീറ്റ് ഡാറ്റ നമുക്ക് വേണ്ട, സെലക്ട് കസ്റ്റ് നെയിമും പിന്നെ ഫോണ് മാത്രം മതി. അപ്പൊ സെലക്ട് കസ്റ്റ് നെയിം ഫോണ് ഫ്രം ടേബിൾ നെയിം ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിന് സെലക്ട് ചെയ്തു. അപ്പൊ ക്രിയേറ്റ് ടേബിൾ, പുതിയ ടേബിളിന്റെ നെയിമാണ് കസ്റ്റ് ഫോൺ. ആസ് സെലക്ട് കസ്റ്റ് നെയിം ഫോൺ ഫ്രം കസ്റ്റമർ ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മള് അത് ക്രിയേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു ടേബിൾ ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റ് ഫോൺ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മള് പുതിയൊരു ടേബിൾ കസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ആ ടേബിളിന്റെ ഡാറ്റ എന്ന് പറയുന്നത് കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിനകത്ത് നിന്ന് നമ്മൾ രണ്ട് കോളംസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ആട്രിബ്യൂട്ട്സ്, കസ്റ്റമർ നെയിമും ഫോൺ നമ്പറും യൂസ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യന് റിമൂവ് ദ ഫീൽഡ് ഏജ്. നമ്മൾ ഏജ് എന്ന് പറഞ്ഞ ഫീൽഡ് എന്ത് ചെയ്യണം, ആ ഒരു കോളം എന്ത് ചെയ്യണം, ആ കസ്റ്റമർ ടേബിളിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഓൾട്ടർ കമാൻഡ് നമ്മൾ ആ സ്ട്രക്ചറിനകത്ത് പുതിയ കോളം ആഡ് ചെയ്യുക, പുതിയ കോളം ഡിലീറ്റ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓൾട്ടർ കമാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓൾട്ടർ ടേബിൾ നെയിം ഇവിടെ എന്താണ്, കസ്റ്റമർ. നേരത്തെ നമ്മൾ ആഡ് എന്ന് പറഞ്ഞ കമാൻഡ് അല്ലേ യൂസ് ചെയ്തത് പുതിയ കോളം ആഡ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഡ്രോപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആൾട്ടർ ടേബിൾ നെയിം ഡ്രോപ്പ്, ഏത് കോളാണോ കോളത്തിന്റെ നെയിം കൊടുക്കുക, ഏജ്. ഇവിടെ ഡാറ്റ ടൈപ്പ് ഒന്നും വേണ്ട, ജസ്റ്റ് കോളം നെയിം മാത്രം. ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡാറ്റ ടൈപ്പ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു കോളം നെയിം മാത്രം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ടേബിൾ കോളം ഡിലീറ്റ് ആയിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്ത് നോക്കാം. അപ്പൊ ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി അത് ഓൾട്ടർ ആയിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ദ സൈസ് ഓഫ് കസ്റ്റ് നെയിം ടു 15. അപ്പൊ കസ്റ്റ് നെയിം എന്ന് പറഞ്ഞ ഫീൽഡ്, ആ ഒരു ആട്രിബ്യൂട്ടിന്റെ സൈസ് 15 ആണ് നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നത്. അത് 25 ആക്കി ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ടർ ടേബിൾ, അതായത് സ്ട്രക്ചറൽ, അതായത് നമ്മൾ ഓൾറെഡി ടേബിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ കൊടുത്തത് 15 ആണ്, അത് ഇന്ന് ചേഞ്ച് ചെയ്യുന്നത്. സോ അതിന് വീണ്ടും നമ്മൾ ആൾട്ടർ കമാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർ ടേബിൾ
ടേബിളിന്റെ നെയിം കസ്റ്റമർ. നെക്സ്റ്റ് ഓൾട്ടർ എന്ന് പറഞ്ഞ കമാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോഡിഫൈ എന്ന് പറഞ്ഞ ഓൾട്ടർ എന്ന് പറഞ്ഞ കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. മോഡിഫൈയും യൂസ് ചെയ്യാം കേട്ടോ. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ ഓൾട്ടർ. ഇനി നമ്മള് കോളം നെയിം കോളം നെയിം ഇവിടെ കസ്റ്റ് നെയിം ആണ് അല്ലെ. കസ്റ്റ് നെയിം. ഓക്കെ. ഓൾട്ടർ ടേബിളിന്റെ നെയിം കസ്റ്റമർ. ഓൾട്ടർ കോളം കസ്റ്റ് നെയിം. ടൈപ്പ് വാക്യർ 25. ഓക്കെ. സെമിക്കോളൻ. അപ്പം ആ ഒരു ക്വറി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പം കസ്റ്റ് നെയിമിന്റെ വാർക്കിയർ 15 ഉള്ളത് വാർക്കിയർ 25 ആയിട്ടുണ്ട്. ഓക്കെ. ഓൾട്ടർ ടേബിൾ സക്സസ്ഫുള്ളി നമുക്ക് ആ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിലീറ്റ് ഓൾ ദ റെക്കോർഡ്സ് ഫ്രം ദ ടേബിൾ. ഇത് സിമ്പിൾ ആണ്. നമ്മൾ ഡിലീറ്റ് കമാൻഡ് പഠിച്ചതാണ്. ഫുൾ റെക്കോർഡ്സ് ആണ് നമ്മൾ പറയുന്നത്. എല്ലാ റോസും അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ഡിലീറ്റ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ കണ്ടീഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് കംപ്ലീറ്റ് ഡാറ്റ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ഫ്രം ടേബിളിന്റെ നെയിം കൊടുക്കും. അതിനർത്ഥം ഈ ടേബിളിനകത്ത് എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആയിട്ടുണ്ടെന്നാണ്. ഓക്കെ. ഡിലീറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നമ്മളെ കംപ്ലീറ്റ് ഡാറ്റയും ഡിലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സെലക്ട് സ്റ്റാർട്ട് കസ്റ്റമർ. ഓൾറെഡി നമ്മൾ 5 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ വ്യൂ ചെയ്യുന്നുണ്ട്. ടേബിളിനകത്ത് ഇപ്പൊ ഡാറ്റ ഒന്നുമില്ല. അപ്പൊ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ഫ്രം കസ്റ്റമർ എന്ന് പറഞ്ഞ ക്വറി കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റയും എന്താവും, ഡിലീറ്റ് ആയി പോകും. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് റീനെയിം ദ ടേബിൾ കസ്റ്റമർ ടു കസ്റ്റമറിന്റെ എന്ന് പറഞ്ഞ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ പേര് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിനും നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ഓൾട്ടർ കമാൻഡ് ആണ്. ഓൾട്ടർ ടേബിളിന്റെ നെയിം കസ്റ്റമർ. ഇനി റീനെയിം എന്ന് പറഞ്ഞ ഒരു കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം. ഓൾട്ടറിന് തന്നെ കുറെ ഡിഫറെന്റ് നമ്മൾ പഠിച്ചിട്ട് ഡിഫറെന്റ് രൂപത്തിൽ ഓൾട്ടർ കമാൻഡ് യൂസ് ചെയ്യാൻ പഠിച്ചു. ആഡ്, ഡ്രോപ്പ് എല്ലാം പഠിച്ചു. നെക്സ്റ്റ് വരുന്നതാണ് റീനെയിം. അപ്പോൾ ടേബിൾ റീനെയിം ചെയ്യാൻ പോവാണ്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ചെയ്യേണ്ട പേര് കസ്റ്റ് എന്നാണ്. അത് കൊടുത്തു. വന്നിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ ചെക്ക് ചെയ്ത് നോക്കാം. കസ്റ്റമർ റീനെയിം കസ്റ്റ്. സിൻടാക്സ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. നമുക്ക് ആ സ്പേസ് ഒന്ന് ടേബിൾ കസ്റ്റമർ റീനെയിം കസ്റ്റ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സെയിം കൊറിയനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എന്താ സെയിം ടേബിൾ. ഒരു കീവേഡ് മിസ്സിംഗ് ആണ്. റീനെയിം ടു എന്നിട്ട്. ഓക്കെ.
ഓൾട്ടർ ആയിട്ടുണ്ട്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റ്. അപ്പൊ ആ ടു അവിടെ മിസ്സിംഗ് ആയതുകൊണ്ടാണ് എറർ കാണിച്ചത്. ഓൾട്ടർ ടേബിൾ കസ്റ്റമർ റീനെയിം ടു കസ്റ്റ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോപ്പ് ദ ടേബിൾ. ഇത് ഈസിയാണ്. ടേബിൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അതിന് വേണ്ടി നമ്മൾ EDL കമാൻഡ് ആയിട്ടുള്ള ഡ്രോപ്പ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഡ്രോപ്പ് ടേബിൾ ടേബിൾ നെയിം. ഡ്രോപ്പ് ടേബിള് നമ്മൾ ഓൾറെഡി കസ്റ്റമർ എന്ന് പറഞ്ഞ ടേബിളിന് റീനെയിം ചെയ്തു. ഇനി കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പാടില്ല, കസ്റ്റമറിന് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടേബിള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, RDBMSനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് വരുന്ന സബ് ക്വസ്റ്റ്യൻസ്. ഇത്രയും നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ക്വറീസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും PostgreSQL ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും അത് ചെക്ക് ചെയ്യുക. ക്വറിക്കകത്ത് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. മേ ബി അത് ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സെമിക്കോളൻ മിസ് ചെയ്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ.